ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഇത്തരത്തിൽ വചനം സംസാരിപ്പാൻ ഒരു അവസരം ലഭിച്ചതില് ഏറെ സന്തോഷമുണ്ട്. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിൽ പോലും എന്നെ ഈ ഒരു ഉദ്യമം ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ചൂസ് ചെയ്തതില് ഐ പ്രൈസ് ഗോഡ്. ഐ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗിൽ കയറുന്നതും ആക്ച്വലി ഇങ്ങനെയൊരു മീറ്റിംഗ് ഫോക്കസിങ് ഓൺ സോങ്സ് ഉണ്ടെന്നൊക്കെ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഏറെ സന്തോഷം ഇത്തരത്തിലൊരു ശുശ്രൂഷ നടത്തപ്പെടുന്നതിൽ. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് ആൾക്കാർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, പ്രത്യേകിച്ച് പാട്ടുകളിലൂടെ ദൈവത്തെ സ്തുതിപ്പാനൊക്കെ നമുക്കൊരവസരം ലഭിക്കുന്നു. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പലരുടെയും അറിവുകൾ പങ്കുവെക്കുന്ന ഒരിടമായി ഒക്കെ ഈ പ്ലാറ്റ്ഫോം മാറുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അല്പസമയം ഒരുമിച്ച് വചനം ധ്യാനിപ്പാനായി എടുത്തിരിക്കുന്നത് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഒരു ധ്യാനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സസ് 19 through 34. ഞാൻ ഒരു പ്രാവശ്യം ആ ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് പരിചയമുള്ള ഭാഗമാണെങ്കിൽ പോലും ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് അതിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുക. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നുറക്കെ നിലവിളിച്ച് പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് ഇപ്രകാരം ഈ സന്ധ്യ ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരുമിച്ച് നിന്റെ സ്നേഹത്തിന്റെ തണലിൽ കൂടി വരുവാൻ നീ നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വചനത്തെ ചേർത്ത് വായിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക തവണ ഞങ്ങൾ കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനമാണ്. എന്നാൽ ഇന്ന് രാത്രി നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുക. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ തുറന്ന് ഏകാഗ്രതയോടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ നിന്റെ നാമമഹത്വത്തിനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഇടയാക്കണമേ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ അല്ലാതെ മറ്റൊരുവൻ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നില്ല.
അതുകൊണ്ട് തന്നെ ഞങ്ങളെ താഴ്ത്തി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടിയന്റെ നാവിനെയും ബലപ്പെടുത്തണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ പരിചയമുള്ള, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ അനേക ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന അതിലൊരു ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാനും നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തിരിക്കുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഈ ഒരു വേദഭാഗം സൺഡേ സ്കൂൾ നാളെ തൊട്ടേ നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗം ഒരുപക്ഷെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, എന്നെ രാവിലെ എബിച്ചാൻ വിളിച്ച് ഇങ്ങനെ ഈ ഒരു മീറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പാട്ടിനെ കേന്ദ്രീകരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വേഗം കടന്നു വന്നൊരു ഭാഗം ഇതാ. കാരണം പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു വേഴ്സ്, ഇറ്റ് ഹാസ് ഓൾവേസ് സ്ട്രെങ്തൻ മീ. അപ്പൊ പെട്ടെന്ന് അതാണ് എനിക്ക് സംസാരിക്കാനായിട്ട് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഭാഗം. അതുകൊണ്ടാണ് ഈ ഒരു പാസേജ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുക്കുകയും ചെയ്തത്. ഈ ഒരു ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു കേട്ട ആ 19ാമത്തെ വാക്യത്തിന് മുൻപേ തുടങ്ങുന്നതാണ്. പൗലോസും ശീലാസും അവരുടെ ഒരു മിഷണറി യാത്രയുടെ ഭാഗമായി പലയിടങ്ങളിൽ പോകുകയും, എന്നാൽ ബാല്യക്കാരത്തിയായ ഒരു പെൺകുട്ടി, വെളിച്ചപ്പാടത്തിയായി യജമാനന്മാർക്ക് കാശ് പ്രോഫിറ്റബിൾ ആയി ഇങ്ങനെ പ്രവചനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കുന്നതിലൂടെ യജമാനന്മാർക്ക് അവരുടെ ലാഭം നഷ്ടമായല്ലോ എന്ന തോന്നലുണ്ടാകുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടിക്കുന്ന ഒരവസരമാണ് നമ്മൾ ഈ വായിച്ച കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ പാസേജിന്റെ ആരംഭം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവരെ ഫിസിക്കലി വളരെയധികം ബ്രൂട്ടലി ഉപദ്രവിക്കുകയും അവർക്കെതിരെ കള്ളസാക്ഷികളെ നിരത്തുകയും ഒക്കെ ചെയ്തിട്ട് കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന് പൗലോസിനെയും ശീലാസിനെയും ഇടുന്നതാണ് നമ്മൾ വായിച്ചത്. അപ്പോ അവിടെ എടുത്ത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം 25ാമത്തെ വാക്യമാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ച് കൊണ്ടിരുന്നു. അപ്പോ ഈ ഒരു വാക്യം നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഹൗ ഡിഡ് പോൾ ആൻഡ് സൈലസ് റെസ്പോണ്ട് ടു ദെയർ പ്രിസൺ എക്സ്പീരിയൻസ് എന്നുള്ളതാ. എങ്ങനെയാണ് അവരുടെ കാരാഗ്രഹ അനുഭവത്തോട് പ്രതികരിച്ചത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഭാഗം പൗലോസിന്റെയും ശീലാസിന്റെയും കാരാഗ്രഹ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുക എന്നതിലുപരി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ഒരു വേദഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിസൺ എക്സ്പീരിയൻസ് എന്നാണ് ഞാനൊരു വാക്ക് ഉപയോഗിച്ചത്, അല്ലെ? ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവത്തോട് എങ്ങനെയാണ് പൗലോസും ശീലാസും പ്രതികരിച്ചത്. ഒരു പക്ഷേ ഈ പ്രിസൺ എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് നൺ ഓഫ് us ഹാവ് ബീൻ ഇൻ പ്രിസൺ ബിഫോർ. ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിന്റെ അവസ്ഥ വെച്ച് നമ്മൾ ആരും ഒരു കാരാഗ്രഹത്തിൽ പോയി കിടക്കേണ്ട വിധത്തിൽ തെറ്റുകളോ പാപങ്ങളോ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നമുക്കൊരിക്കലും അതിനോട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ എന്താണ് ശരിക്കും പ്രിസൺ എക്സ്പീരിയൻസ്? ഇവിടെ പൗലോസിന്റെയും ശീലാസിന്റെയും ഒരു ജീവിത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളും ചിന്തിച്ചാല് ഇവരിവിടെ ശാരീരികമായി വളരെയധികം തളർന്നിരിക്കുകയാണ്. കാരണം അവരെ വല്ലാതെ അടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് അവരെ കോൽ കൊണ്ട് അടിച്ചു, വസ്ത്രം ഊരി, they were stripped. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പൗലോസും ശീലാസും. രണ്ടാമത് ഞാൻ അതിനെ കാണുന്നത് ദേ ആർ ഓൾസോ മെന്റലി എക്സോസ്റ്റഡ്. കാരണം എന്താ? അവരൊരിക്കലും ചെയ്യാത്ത ഒരു തെറ്റിനാണ് അവർ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു തെറ്റായിരുന്നോ? ഒരു രോഗബാധിത എന്നൊക്കെ പറയാവുന്ന ഭൂതബാധിതയായിരുന്ന ഒരു പെൺകുട്ടിക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തു. അതിന്റെ പേരിൽ അവർക്കെതിരെ കള്ളസാക്ഷികളെ നിരത്തി. അപ്പൊ അവർ ചെയ്യാത്ത കുറ്റമൊക്കെ അവരുടെ മേലെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവര് ഗിൽറ്റി ആണോ അല്ലയോ എന്ന് സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാരാഗ്രഹത്തിലേക്കൊക്കെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മെന്റലി അവരെത്രത്തോളം വീക്കാണ് ഈ ഒരു സമയത്ത്. അതോടൊപ്പം തന്നെ ഞാൻ പറയും, they were not only physically and mentally exhausted, they were also spiritually exhausted. കാരണം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാം, യേശുവിന്റെ നാമത്തിൽ സുവിശേഷം അറിയിച്ചത് കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ ഒരാൾക്ക് സൗഖ്യം നൽകിയത് കൊണ്ട് അതിന് അവർക്ക് കിട്ടിയ റിവാർഡ് ആണോ ഈ ഒരു പ്രിസൺ അനുഭവം? അപ്പൊ അവര് സ്പിരിച്വലിയും എക്സോസ്റ്റഡ് ആണ്. കർത്താവിനോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മാനസികാവസ്ഥയിലാണ്
പൗലോസും ഷീലാസും ഒക്കെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോ ഈ ഒരു അനുഭവത്തിൽ ഇത്രയധികം 3 തരത്തിലും ഫിസിക്കലി, മെന്റലിയും സ്പിരിച്വലിയും ഒക്കെ വളരെയധികം ക്ഷീണിതരായി തളർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഹൗ ആർ ദേ റെസ്പോണ്ടിങ് ടു ദി എക്സ്പീരിയൻസസ്? അതിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരേണ്ടുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ഫിസിക്കലി എക്സോസ്റ്റഡ് ആകുന്നവരാ. അതൊരു രോഗത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം, ഒരു ലോങ് ഡേ, ഒരു ടയറിംഗ് ഡേ കഴിയുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ശരീരം കൊണ്ട് ക്ഷീണിക്കുന്നവരാണ്. ആസ് ഏജ് പ്രോഗ്രസസ് ഈ ഒരു ഫിസിക്കൽ എക്സോഷൻ ഒക്കെ നന്നായി നമ്മൾ അനുഭവിക്കുന്നവരാണ്. മെന്റൽ എക്സോഷൻ അത് പ്രത്യേകിച്ച് പറയണ്ട അല്ലെ. ഒരു സ്ട്രെസ് ഫിൽഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാ നമ്മൾ. ചെറിയ കാര്യങ്ങൾ മതി വളരെയധികം നമ്മളെ മാനസികമായി അസ്വസ്ഥരാക്കാനൊക്കെ. അപ്പോ അത്തരത്തിലൊരു മെന്റൽ എക്സോഷനിലൂടെ കടന്നു പോകാം. സ്പിരിച്വൽ എക്സോഷൻ വിച്ച് കംസ് ആസ് എ റിസൾട്ട് ഓഫ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സോഷൻ. നമ്മൾ ഭയങ്കരമായി കർത്താവിനോട് അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് അല്ലെ. ഞാൻ എത്രത്തോളം നിനക്ക് വേണ്ടി ഓടിയതാ, എല്ലാ കൺവെൻഷനും എല്ലാ റിട്രീറ്റിനും നമുക്ക് പാടാമിന്റെ എല്ലാ സെഷൻസിലും എപ്പിസോഡ്സിലും ഒക്കെ ഞാൻ പങ്കെടുക്കുന്ന ആളല്ലേ. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വൈ ആർ ദീസ് ചാലഞ്ചസ് കമ്മിങ് ഇൻ മൈ ലൈഫ് വൺ ആഫ്റ്റർ ദി അതർ? അപ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴും, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമാകുമ്പോഴും ഒക്കെ സ്പിരിച്വലി എക്സോസ്റ്റഡ് ആകുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഇത് ഈ ഒരു അനുഭവം എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ആർക്കും വേറിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യനായി ജനിച്ചോ നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ പൗലോസും ഷീലാസും അനുഭവിച്ചതിന്റെ ആ അനുഭവങ്ങളുടെ ഒരു വ്യത്യസ്തമായ തലം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ബട്ട് ആർ വി റെസ്പോണ്ടിങ് ടു ദീസ് എക്സ്പീരിയൻസസ് ഇൻ ദ വേ പോൾ ആൻഡ് സൈലസ് ഡിഡ് ഇൻ ദ പ്രിസൺ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊരു കാര്യം ഞാൻ ചിന്തിക്കും, ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവം ഒരു ഏകാന്തതയുടെ അനുഭവമാണ്. കാരണം ഒരു ക്രൈം ചെയ്ത് പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിലേക്ക് പോകുമ്പോ നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരിടമല്ല കാരാഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ് അവിടേക്ക് ചെല്ലുന്നത്. നമ്മളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നവരോ സ്നേഹിക്കുന്നവരോ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞവരോ ഒന്നും ആ സമയത്ത് നമ്മളുടെ കൂടെ ഇല്ല. അപ്പൊ അവിടെ ഒരു ഏകാന്തതയുടെ, ഒരു ലോൺലിനെസിന്റെ അനുഭവമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചത് കൊണ്ട് ഏറ്റവും അകത്തുള്ള അവരെ അകത്തെ തടവിലാക്കി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റാരും കടന്നു ചെല്ലാത്ത ഒരു തടവറയിലേക്കാണ് ഇവരെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ഇവരിപ്പോ ഇവിടെ 2 പേരുണ്ട്, കാരണം അവർ 2 പേരും ഒരേ കുറ്റത്താൽ പിടിക്കപ്പെട്ടത് കൊണ്ട്. അല്ലാത്ത പക്ഷം നമ്മളൊരു കാരാഗ്രഹത്തിന്റെ അനുഭവത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവമാണ് കാരാഗ്രഹത്തിന്റെ അനുഭവം. ഈ ഒരു അനുഭവം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലേ? ഇന്ന് ഏറ്റവും അധികം ഒരു കേരളത്തിന്റെ ഒരു സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഏകാന്തതയാണ്, ലോൺലിനെസ് ആണ് ഏറ്റവും അധികം മുൻപിൽ നിൽക്കുന്ന കാര്യം. പ്രത്യേകിച്ച് പ്രായമാകും തോറും പ്രായമായ മാതാപിതാക്കൾ ഒറ്റയ്ക്കാകുന്നു. അതിൽ ഒരാള് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയാൽ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ ഏകാന്തത മറ്റേ ഒറ്റയ്ക്കായിരിക്കുന്ന ആള് അനുഭവിക്കുന്നു. മക്കളൊക്കെ ദൂരത്തായിരിക്കാം. ഇങ്ങനെ പല വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വി ആർ ഓൾ എക്സ്പീരിയൻസിങ് ലോൺലിനെസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് അവർ ലൈഫ്. ഇപ്പോ മാതാപിതാക്കളെ സംബന്ധിച്ചൊക്കെ കുഞ്ഞുങ്ങള് വളരെ ഒരു ടീനേജ് പ്രായം തീരുന്നതിന് മുൻപേ തന്നെ ഭവനത്തിൽ നിന്ന് പോവുകയാണ്. ഹയർ സ്റ്റഡീസിനോ കരിയറോ അതിനോട് ചേർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും. ആ സമയത്ത് ഒരു എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം നമ്മുടെയൊക്കെ ഭവനങ്ങളില് വളരെ വേഗത്തിലാണ് കടന്നു വരുന്നത്. ഒരു ഏകാന്തതയുടെ അനുഭവം ആർക്കും ഏത് പ്രായത്തിലും ഏത് സമയത്തും ജീവിതത്തിൽ കടന്നു വരാവുന്ന അനുഭവങ്ങളാണ്. ഇതൊക്കെ ഒരു പ്രിസൺ എക്സ്പീരിയൻസിന്റെ ഡിഫറെന്റ് തലങ്ങളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ഒരു ക്രൈസ്തവ പ്രതികരണം എങ്ങനെയാണ്? ഇവിടെ 25-ാമത്തെ വാക്യത്തിൽ അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാ പറയുന്നത് അല്ലെ. അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ about midnight Paul and Silas were praying and singing hymns to God and the prisoners were listening to them. ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധയെ ഭയങ്കരമായിട്ട് നമ്മൾ കൊണ്ടുവരണം. അതായത് പൗലോസും ഷീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. എപ്പോഴാ? അർദ്ധരാത്രിയില്. ഈ അർദ്ധരാത്രിക്ക് തൊട്ട് മുമ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതൊന്നും തന്നെ അത്ര സുഖകരമായ അനുഭവങ്ങളായിരുന്നില്ല. ശാരീരികമായി വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാനസികമായി വല്ലാതെ അസ്വസ്ഥമാക്കപ്പെട്ടിട്ടുണ്ട്, ആത്മീയമായി വല്ലാതെ തളർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഏറെ വിഷമത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം. ഇല്ലെങ്കിൽ വളരെയധികം വേദനയുടെ പ്രയാസത്തിൽ മനുഷ്യരെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ അർദ്ധരാത്രി എന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്ത് ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്ന പൗലോസിനെയും ഷീലാസിനെയുമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്തൊരു
ചലഞ്ചിങ് ആയിട്ടുള്ള വിധത്തിലാണ് ഈ മനുഷ്യര്, ഈ രണ്ട് ചെറുപ്പക്കാര് ഈ ഒരു അനുഭവത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഏറെ അധികം ചിന്തിപ്പിക്കേണ്ടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് നമുക്ക് പാടാൻ സാധിക്കുമോ? ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമോ? എനിക്ക് അതിശയം തോന്നുന്ന അവർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. സോ സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ, സക്സസസ് ഉണ്ടാകുമ്പോൾ, സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കപ്പെടേണ്ടുന്ന വാക്കുകളല്ല. മറിച്ച് ജീവിതത്തിന്റെ നുറുങ്ങിയിരിക്കുന്ന, തകർന്നിരിക്കുന്ന സമയങ്ങളിലും നമുക്ക് പാട്ടുകളെ പാടുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ജീവിതത്തിലെല്ലാം നന്നായി പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പാടുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഏത് വികാരത്തിലൂടെ കടന്നു പോകുമ്പോഴും, അത് സങ്കടമാവാം, ദേഷ്യമാകാം, കുറ്റബോധമാവാം, സന്തോഷമാകാം, എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് പ്രത്യേകിച്ച് അറിയാം സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് കീർത്തനങ്ങളാണ് അല്ലെ. ദാവീദ് തന്റെ ജീവിതത്തിന്റെ സമ്മിശ്രമായ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ, when he went through varied emotions in his life, he sat and wrote hymns, praising God, telling his sorrows to God. എല്ലാം തന്റെ ജീവിതത്തിൽ എന്ത് അനുഭവിച്ചോ അതിനെയൊക്കെ പാട്ടിന്റെ രൂപത്തിൽ ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ചു. അപ്പോ പാട്ടുകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മീറ്റിംഗ് എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അതിന് ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാട്ടുകളെ പാടുവാൻ നമുക്ക് സാധിക്കുമോ? പാട്ടുകൾ പാടി സ്തുതിച്ചു എന്നാ പറയുന്നത് അല്ലേ. അപ്പോ ഗിവിംഗ് പ്രൈസ് ടു ഗോഡ്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത് അല്ലേ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് മാനുഷികമായി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിനും എങ്ങനെയാ സ്തോത്രം ചെയ്യുന്നത്? വേർപാടിന്റെ അനുഭവത്തിൽ എങ്ങനെയാ സ്തോത്രം ചെയ്യുന്നത്? നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഡയഗ്നോസിസ് ഡോക്ടർ നമ്മുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നമുക്ക് എങ്ങനെ സ്തോത്രം ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ മക്കൾക്ക് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ, ഒരു വിസ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ, പല കാര്യങ്ങളും നമ്മൾ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് അഭിവൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതല്ല ദൈവത്തിന്റെ പദ്ധതി, മറ്റൊന്നാണ് എന്ന് കരുതി നമ്മൾ തികച്ചും പ്രതീക്ഷിക്കാത്ത വഴികളിലേക്ക് ജീവിതം നമ്മളെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഹൗ ക്യാൻ വി പ്രൈസ് ഗാഡ്? ആൻഡ് ദിസ് ഇസ് വേർ പൗലോസും ശീലാസും നമുക്ക് മുൻപിൽ മാതൃകയായി മാറുന്നത്. അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. അതിനോട് ചേർന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, 25-ാം വാക്യത്തിന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുകയാണ്, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തടവുകാർ ആരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? പൗലോസിനെയും ശീലാസിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരെന്താണ് ശ്രദ്ധിച്ചത്? ഈ അകത്തെ തടവറയിൽ നിന്ന് ഉയരുന്ന പാട്ടുകളുടെ ഈണവും ആ പാട്ടുകളിൽ അർത്ഥം, അതായത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണെന്നും ആ പാട്ടുകളിലുള്ള എനർജിയും ഒക്കെ തന്നെ തടവുകാരുടെ ശ്രദ്ധയിലേക്ക് വന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ തടവുകാരെന്നൊക്കെ പറയുന്നവർ അന്നത്തെ പകല് ഒരു ആ എന്തെങ്കിലും ഒക്കെ ജോലികളോ പണികളോ ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്, അല്ലാതെ അവർക്കൊരു സുഖകാലത്തിനോ സുഖവാസത്തിനോ അല്ല അവർ പ്രസിഡന്റിലേക്ക് പോയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു രാജ്യത്തെ പ്രസിഡന്റിന്റെ ഒക്കെ ഒരു റുട്ടീനൊക്കെ നമുക്കറിയാം. പലപ്പോഴും നമ്മളത് പല മീഡിയയിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും. പകലൊക്കെ നന്നായി അവരെ പണിയെടുപ്പിക്കും, രാത്രി സമയത്താണ് അവര് ഉറങ്ങേണ്ടുന്നത്. അപ്പൊ ഈ സമയത്ത് അർദ്ധരാത്രിക്ക് പൗലോസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥനയും പാട്ടും സ്തുതികളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു തടവുകാരെന്ന് പറയുമ്പോ, അത് നമ്മൾ ഓർക്കേണ്ടുന്ന, നമുക്ക് തരുന്ന ഒരു വലിയ വെളിച്ചം ഇതാണ്. നമുക്ക് ചുറ്റിനുമുള്ളവർ എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. നമ്മുടെ അയൽക്കാരാവാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ തൊട്ടടുത്ത ക്യാബിനിൽ ഇരിക്കുന്നവരാകാം, നമ്മൾ ആരെ ശുശ്രൂഷിക്കുന്നോ, നമ്മളിപ്പോ ഏത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് കരിയർ ആണ് നമ്മുടെ എന്ന് വെച്ചാൽ, അവിടെ നമുക്ക് ചുറ്റിനുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടെ ഈ ഒരു ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് പാട്ടിന്റെ രൂപത്തിലായാലും പ്രാർത്ഥനയുടെ രൂപത്തിലായാലും സംസാരത്തിന്റെ രൂപത്തിലായാലും ഗ്രീറ്റിംഗ് ആയാലും, വാട്ട് എവർ ഫോം ഇറ്റ് ഇസ് യുവർ കമ്മ്യൂണിക്കേഷൻ, അതിനെ ശ്രദ്ധിക്കുന്ന ധാരാളം പേര് നമുക്ക് ചുറ്റിനുമുണ്ട്. ഈ തടവുകാർ തീർച്ചയായിട്ടും പൗലോസിന്റെയും ശീലാസിന്റെയും ഈ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർക്കറിയാം ദിസ് ഇസ് സംതിങ് ന്യൂ. അവർ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള പാട്ടും പ്രാർത്ഥനയുമാണ് ഇപ്പോൾ അവർ കേൾക്കുന്നത്. കാരണം ഒരിക്കലും തടവറയിൽ ഇങ്ങനെയുള്ള ശബ്ദം അവർ കേട്ടിട്ടില്ല. അപ്പൊ അത് തന്നെ അവർക്ക് വളരെ നോവലായി തോന്നിയത് കൊണ്ട് അവർക്കറിയാം ഇതിലെന്തോ കാര്യമുണ്ട്, ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ്. അവർ ഇന്നേ വരെ കേട്ടിട്ടുള്ളതിനേക്കാളൊക്കെ വ്യത്യസ്തമായി അവരുടെ ജീവിതത്തിൽ അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന പാട്ടും പ്രാർത്ഥനയും. തീർച്ചയായിട്ടും എൻ്റെ ഒരു വിചാരം, ഈ തടവുകാർ ഒത്തിരി ക്യൂരിയസ് ആയിട്ടുണ്ടാവാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. കാരണം ഇന്നേ വരെ അവർ ഇങ്ങനത്തേത് കേട്ടിട്ടില്ല.
എങ്ങനെയാണ് അവരെപ്പോഴും ഈ തടവറയുടെ അനുഭവത്തിൽ പരസ്പരം ഒരുപക്ഷെ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവര്, പരസ്പരം വഴക്കുണ്ടാക്കുന്നവര്, കുറ്റപ്പെടുത്തുന്നവര്, അവരെ ഉപദ്രവിച്ചിട്ടുള്ളവരെ ഒക്കെ പ്രാകുന്നവര്, ഇതൊക്കെയാണല്ലോ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതുവരെ അവർ കേൾക്കാത്ത പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ കേട്ടപ്പോൾ ഈ തടവുകാർ പോലും ചിന്തിച്ചിട്ടുണ്ടാകാം, എന്ത് തരം, വാട്ട് കൈൻഡ് ഓഫ് എനർജി ഈസ് ഫോഴ്സിങ് ദീസ് പീപ്പിൾ ടു ഡു ദിസ്? എന്തായിരിക്കാം ഇവരെ ഇത്തരത്തിൽ പാടാനും പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ് എന്ന് തീർച്ചയായിട്ടും ഈ തടവുകാരുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, ചങ്ങല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, കർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ടു സീ ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് ഓഫ് പോൾ ആൻഡ് സൈലസ് ഇൻ prison. And once they responded with prayers, hymns and worship, Jesus started doing his action. എന്താണോ തനിക്ക് ചെയ്യാനുള്ളത് കർത്താവ് അവിടെ ചെയ്യുകയാണ്. അവിടെ ഒരു ഭൂകമ്പത്തിലൂടെ ചങ്ങലകളെയൊക്കെ അഴിച്ച് കർത്താവ് പ്രവർത്തിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വെൽ സ്ക്രിപ്റ്റഡ് സ്റ്റോറി പോലെയൊക്കെ നമുക്ക് തോന്നാം. കാരണം ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ ഇതൊന്നും നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നതല്ല. ദിസ് ഇസ് മിറക്യുലസ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു ഭൂകമ്പം ഉണ്ടാകുകയും ചങ്ങലകളൊക്കെ പൊട്ടി മാറുകയും, ഓർക്കണം അവരെ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള ഒരു പ്രിസണിലേക്കാണ് അയച്ചിരിക്കുന്നത്, അകത്തെ തടവിൽ കാലാമത്തിലിട്ട് പൂട്ടി. എന്ന് പറഞ്ഞാൽ അവരുടെ മൊബിലിറ്റി പോലും റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രവർത്തിക്കുവാൻ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ കർത്താവിന്റെ പ്രവർത്തനമാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തിലേക്ക്, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിന്റെ മാനസാന്തരത്തിലേക്കും, കാരാഗ്രഹ പ്രമാണിയുടെ സ്വന്തക്കാരുടെ മാനസാന്തരത്തിലേക്കും ഈ ഒരു ഇവന്റ് വഴിതെളിക്കുകയാണ്. എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, പൗലോസും ശീലാസിനും വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു പെൺകുട്ടിക്ക് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തതിന് ഞങ്ങൾക്ക് കിട്ടിയ റിവാർഡാണോ ഈ പ്രസന്റ്? ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലമാണോ ഈ കാരാഗ്രഹത്തിന്റെ അനുഭവം? അതിന് പകരം അവര് കർത്താവിനെ സ്തുതിച്ചപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രിസൺ എക്സ്പീരിയൻസ് കർത്താവ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത സ്റ്റോറിയുടെ ഭാഗമല്ലേ? കാരണം ഈ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, ഈ കാരാഗ്രഹ പ്രമാണി എന്ന് പറയുന്നത് ഹീസ് എ മാൻ ഓഫ് അതോറിറ്റി. അപ്പൊ തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ മാനസാന്തരം വിശുദ്ധ വേദപുസ്തകത്തിൽ മുൻപോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ആ കാരാഗ്രഹത്തിലുള്ള അനേകരെ ആ മനുഷ്യന്റെ മാനസാന്തരം സ്വാധീനിച്ചിട്ടുണ്ട്. അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. Because he is a man of authority and because his whole family went through the experience of salvation, there is all chance that many people followed their path. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോ കർത്താവിനെ സംബന്ധിച്ച് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കേണ്ടുന്നത് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ മാനസാന്തരത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. നമ്മൾ എന്താ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കുക, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ കർത്താവ് കൈവിട്ടു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് കൈവിടുകയല്ല. എന്റെ പ്രതിസന്ധിയിലൂടെ, എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, എന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി എന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി കർത്താവ് ഉപയോഗിക്കുന്നു എന്നൊരു ചിന്ത കൂടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരാഗ്രഹ പ്രമാണിക്ക് വന്ന മാറ്റത്തെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ശരിക്കും ചിന്തിച്ചാല്, വായിച്ചു നോക്കിയാലൊക്കെ മനസ്സിലാക്കാനായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എന്തൊരു ചേഞ്ച് ഓഫ് വൊക്കാബുലറിയാണ് അവിടെ, അല്ലേ? കാരണം തലേ ദിവസം ഈ പൗലോസിനെയും ശീലാസിനെയും അകത്തെ തടവറയിലേക്ക് ഈ മനുഷ്യൻ കൊണ്ടുവന്നിടുമ്പോ, ഡു യു തിങ്ക് ഹി കോൾ ദം യജമാനന്മാരെ? ഒരിക്കലും വിളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആ മനുഷ്യൻ ഉപയോഗിച്ച ലാംഗ്വേജിന്റെ സ്റ്റാൻഡേർഡ് പോലും നമുക്കറിയത്തില്ല എന്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മനുഷ്യൻ വിളിക്കുന്നത്, ഈ കാരാഗ്രഹ പ്രമാണി യജമാനന്മാരെ എന്നാ വിളിക്കുന്നത്, അല്ലേ? a change of vocabulary. മാത്രമല്ല, there is a change in the body language of this official. കാരണം തലേ ദിവസം he was a man of authority in front of Paul and Silas. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി പൗലോസിന്റെയും ശീലാസിന്റെയും മുറിവുകളെ കഴുകുക എന്ന് പറയുമ്പോൾ നാച്ചുറലി എത്രത്തോളം ആ മനുഷ്യൻ ഈ പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ താഴ്ന്നിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊരു ട്രാൻസ്ഫർമേഷനിലേക്കാണ് കർത്താവ് ഈ ഒരു മനുഷ്യനെയും ആ കുടുംബത്തെയും ആ പ്രദേശത്തെയും ഒക്കെ നയിക്കുവാൻ പൗലോസിന്റെയും ശീലാസിന്റെയും കാരാഗ്രഹ അനുഭവത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് ഈ ഒരു പ്രിസൺ എക്സ്പീരിയൻസ്, കാരാഗ്രഹത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങൾ അതിലെല്ലാം ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ശാരീരികമായി തളർന്ന അവസ്ഥ, മാനസികമായി ക്ഷീണിതരായിരിക്കുന്ന സമയം, ആത്മീയമായി തളർന്നിരിക്കുന്ന സമയം, ഈ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒറ്റപ്പെടലിന്റെ അനുഭവം,
തീർച്ചയായിട്ടും അല്ലേ? ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകാത്ത ആരുണ്ട്? അപ്പോ നമ്മൾ ഓർക്കണം ഈ സമയങ്ങളോടൊക്കെ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിക്കുന്നത്? അർദ്ധരാത്രിക്ക് കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്ന പൗലോസും ശീലാസും ശരീരത്ത് വേദനയില്ലാഞ്ഞിട്ടല്ല, മനസ്സിൽ നൊമ്പരമില്ലാഞ്ഞിട്ടല്ല, ആത്മീയമായി ചില ചോദ്യങ്ങളോ സംശയങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ദിസ് ഇസ് ദ റൈറ്റ് വേ ടു റെസ്പോണ്ട് അറ്റ് ദിസ് ടൈം. അത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസും ശീലാസും പാടുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ആ സമയത്ത് മറ്റുള്ളവരെല്ലാവരും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ഓർക്കണം, നമുക്ക് ചുറ്റിനുമുള്ളവര്, ഒരു അധ്യാപികനോ അധ്യാപികയാണെങ്കിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം, എന്റെ മുൻപിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി അക്കാഡമിക് നോളജ് ദാറ്റ് ഐ പോർ ബിഫോർ ദം, പക്ഷെ എന്റെ ജീവിതത്തെ, എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ, എന്റെ നോട്ടത്തെ, എന്റെ തിരഞ്ഞെടുപ്പുകളെ, എന്റെ പ്രതികരണങ്ങളെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ റെസ്പോൺസസ്. നമ്മളെ ഒരാൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, നമ്മളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ ഒരാൾ വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ് സിറ്റുവേഷൻ? അതൊരു വലിയ ക്രിസ്ത്യൻ ചാലഞ്ചാണ് ശരിക്കും. അതിനെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പൗലോസും ശീലാസും അതിന് അർത്ഥവത്തായ ഒരു മാതൃക നമ്മുടെ മുൻപിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരാഗ്രഹ പ്രമാണിക്ക് വന്നൊരു മാറ്റം, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു രൂപാന്തരം കൊണ്ടുവരുവാൻ വേണ്ടി ഈ രണ്ട് ചെറുപ്പക്കാരെ കാരാഗ്രഹത്തിൽ അന്ന് രാത്രി കിടത്തേണ്ടുന്നത് കർത്താവിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതാ. അതുകൊണ്ടാണ് അവർക്ക് അന്ന് രാത്രി കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില കാരാഗ്രഹ അനുഭവങ്ങൾ എൻ്റെ കർത്താവിന് ആവശ്യമാണ്, എന്നെ നല്ല ഒരു ഇൻസ്ട്രുമെന്റായി അവൻ ഉപയോഗിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ഓരോ പ്രയാസത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, വി ഡോണ്ട് നോ വാട്ട് യുവർ പ്ലാൻസ് ആർ. ആരെ മാനസാന്തരപ്പെടുത്താനാ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്നെ ഒന്ന് കുറച്ചുകൂടി മോൾഡ് ചെയ്യാനാവാം. എനിക്ക് ചുറ്റിനുമുള്ളവരുടെ ജീവിതത്തെ ഞാനൊന്ന് സ്പർശിക്കേണ്ടുന്നതിന് വേണ്ടി, നിന്റെ ഒരു സ്പർശനത്തെ പകരുന്നതിന് വേണ്ടി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഇസ്, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോട് നിന്നെ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രതികരണം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.